സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ബൽറാം ബസുവിൻ്റെ ജീവിതമാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു തുടങ്ങിയത്. അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും, എല്ലാ അംഗങ്ങളും, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരും ഒരുപോലെ ഈശ്വര കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാവുക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒരു വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ബൽറാം ബസുവിൻ്റെ വീട്ടിലാണ്. മറ്റ് കൽക്കട്ടയിലുള്ള ഏതൊരു ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ വീട്ടിൽ പോയതിനേക്കാളും എല്ലാം കൂടുതലായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഭഗവാന്റെ ആദ്യത്തെ സന്ദർശനം ഉൾപ്പെടെ ബൽറാം ബസു ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിനൊക്കെ ശേഷം ഉണ്ടായി ആ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പോഴാണ് 100-ലേറെ തവണയാണ് ഭഗവാൻ ആ വീട്ടിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഓരോന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റേഷനിൽ നിന്നാണ് പലതും പിന്നീട് പല ലേഖനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടുള്ളത്. ഈ ഡോക്യുമെൻറ്റേഷനിലാണ്, ബൽറാം ബോസിൻ എഴുതി വെച്ചതാണ്. അതാണ് പറഞ്ഞത്, അന്ന് 100-ലേറെ തവണയാണ് ഭഗവാന്റെ സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഭഗവാൻ ആദ്യമേ അത് സൂചിപ്പിച്ചിരുന്നു മറ്റുള്ളവരോട്. കാരണം ഒരു ഗൃഹത്തിലുള്ള എല്ലാവരും, ഒരു വീട്ടിലുള്ള എല്ലാവരും ഈശ്വരകാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, അതായിരുന്നു ബൽറാം ബസുവിൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ബൽറാം ബസുവിൻ്റെ അച്ഛൻ രാധാമോഹൻ, അദ്ദേഹമാണെങ്കിൽ വൃന്ദാവനത്തിൽ സ്ഥിരതാമസമാണ്. അവിടെ ജപസാധനകളൊക്കെ ആയിട്ട് വൃന്ദാവനത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റ് കുടുംബത്തിലെ മറ്റ് കാര്യങ്ങളുമായിട്ടൊന്നും ഒരു തരത്തിലും ബന്ധപ്പെടാനുള്ള താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞ തവണയും നമ്മളത് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ സഹോദരൻ്റെ മക്കളുമാണ് അത് പിന്നെ നോക്കി നടത്താനും എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന അവരെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിലൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല, അദ്ദേഹത്തിന് അയാളുടെ താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായും വൃന്ദാവനത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വൃന്ദാവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കെ തന്നെ ബൽറാം ബസു അച്ഛനെ വിളിക്കുന്നുണ്ട് കൽക്കട്ട വീട്ടിലേക്ക്. കാര്യം ഭഗവാൻ വരുമ്പോൾ, ശ്രീരാമകൃഷ്ണദേവൻ വരുമ്പോൾ ആ സത്സംഗത്തിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബൽറാം ബസു അച്ഛനെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പലപ്പോഴും അതിന് വരാൻ തയ്യാറായില്ല. പിന്നീട് ഒരിക്കൽ അദ്ദേഹം വരികയും ചെയ്തു. അത് വചനാമൃതത്തിൽ ആ ഭാഗം മാസ്റ്റർ മഹാശയൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗം വചനാമൃതത്തിൻ്റെ 2ാം വോള്യത്തിലാണ് ആ ഒരു ഭാഗമുള്ളത്. ബൽറാം ബസുവിൻ്റെ വീട്ടിൽ ഭഗവാൻ, അതായത് അത് വരുന്നത് 2ാം ഭാഗത്തിൽ വരുമ്പോൾ 2ാം വോള്യത്തിൽ 23ാം ഭാഗം ശശധരൻ്റെ ഉപദേശം എന്നുള്ള ആ ഒരു ഭാഗം തുടങ്ങുന്നിടത്ത് അതിൽ 6ാം അധ്യായത്തിലാണ് മാസ്റ്റർ മഹാശയൻ ഈ ബൽറാം ബസുവിൻ്റെ അച്ഛനെക്കുറിച്ച്, അച്ഛൻ സത്സംഗത്തിൽ പങ്കെടുക്കാൻ വന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത്, ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരുമായി ബൽറാം ബസുവിൻ്റെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സമീപത്ത് രാമൻ, മാസ്റ്റർ, ബലരാമൻ, മനോമോഹനൻ, ഏതാനും ബാലഭക്തന്മാർ. അപ്പം അവരെല്ലാം ബാലഭക്തന്മാരെന്നുള്ള നിലയിലാണ് കണ്ടിരിക്കുന്നത്. അതിൽ മുതിർന്ന ആളെന്നുള്ള നിലയിൽ ബലരാമൻ്റെ അച്ഛൻ മുതലായ ആളുകളും വന്നിരിക്കുന്നു. അവിടെയാണ് മാസ്റ്റർ മഹാശയൻ അത് നോട്ട് ചെയ്തത്. ബലരാമൻ്റെ അച്ഛൻ വളരെ നിഷ്ഠയുള്ള ഒരു വൈഷ്ണവനാകുന്നു. അദ്ദേഹം മിക്കവാറും വൃന്ദാവനത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു കുഞ്ചത്തിൽ
അദ്ദേഹം അവിടെ ഒരു കുഞ്ചം സൃഷ്ടിച്ചിട്ട് അവിടെ ആ കുഞ്ചത്തിൽ തന്നെ ശ്രീ ശ്യാമസുന്ദരമൂർത്തിയുടെ ഒരു സേവാകാര്യങ്ങളിൽ ദത്തശ്രദ്ധനായിട്ട് വൃന്ദാവനത്തിൽ ഏകാഗിയായിട്ടാണ് അദ്ദേഹം കഴിയുന്നത്. വൃന്ദാവനത്തിൽ അദ്ദേഹം സമയം മുഴുവനും ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ചിലപ്പോൾ ചൈതന്യ ചരിതാമൃതം തുടങ്ങിയ ഭക്തി ഗ്രന്ഥങ്ങൾ വായിക്കും. ചിലപ്പോഴൊക്കെ ഭക്തി ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതും. ചിലപ്പോൾ പൂമാല കോർക്കും. ചിലപ്പോൾ വൈഷ്ണവരെ ക്ഷണിച്ചു വരുത്തി സത്കരിക്കും. ശ്രീരാമകൃഷ്ണനെ ദർശിക്കുന്നതിന് വേണ്ടി എഴുത്തിനുമേലെഴുത്തയച്ചാണ് കൽക്കത്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബൽറാം ബസു അച്ഛന് നിരന്തരം കത്തെഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലെങ്കിലും തൻ്റെ വീട്ടിൽ ഭഗവാൻ വരുമ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് ബൽറാം ബസു അച്ഛനെ നിരന്തരം കത്തെഴുത്തിലൂടെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരിക്കൽ വരാൻ തയ്യാറായത് കൽക്കട്ടയ്ക്ക്. അങ്ങനെ വന്നതാണ് ശ്രീരാമകൃഷ്ണദേവൻ ആ വന്ന സന്ദർഭത്തിൽ ബൽറാം ബസുവിൻ്റെ അച്ഛനും വന്നത്. അത് വൈഷ്ണവരുടെ ഇടയ്ക്ക് ഭിന്ന മതങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ കലഹിച്ച് സമന്വയം ചെയ്യാൻ അറിയാതെ കഴിയുന്നു. അത് മാസ്റ്റർ മഹാശയൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. ഈ അവർക്കിടയിൽ ഈ ഭിന്ന മതങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ കലഹിച്ച് സമന്വയം ചെയ്യാതെ കഴിയുന്നു. അപ്പോൾ ഈ കാര്യമാണ് ശ്രീരാമകൃഷ്ണദേവൻ ഈ ബൽറാം ബസുവിൻ്റെ അച്ഛൻ വന്ന സന്ദർഭത്തിൽ അവിടെ ആ സത്സംഗത്തിൽ സംസാരിക്കാനായിട്ട് ശ്രമിച്ചത്. ഇങ്ങനെയാണ് അച്ഛൻ വരും. അപ്പോൾ ഭഗവാൻ ഇത് പറയുന്നത് ഒരു എങ്ങനെയൊക്കെ ആയാലും ഇപ്പോൾ അച്ഛൻ്റേതായ രീതിയിൽ വൃന്ദാവനത്തിൽ, ബൽറാം ബസു ഇവിടെ കൽക്കട്ടയിലെ വീട്ടിൽ, ഇനി കൽക്കട്ടയിലെ വീട്ടിൽ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ജഗന്നാഥ ക്ഷേത്രത്തിലേക്കായിരിക്കും, അദ്ദേഹം പുരിയിലായിരിക്കും മിക്കവാറും അദ്ദേഹത്തിന് താമസിക്കാനും അവിടെ ക്ഷേത്രത്തിൽ പോവുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ സന്യാസിമാർക്ക് വേണ്ടി സേവ ചെയ്യുക. ഇതൊക്കെയാണ് മുഴുവൻ സമയവും ഈശ്വര സേവയ്ക്ക് വേണ്ടി മാത്രം നീക്കി വച്ചിരിക്കുന്ന ഒരു കുടുംബം. അപ്പം അതുകൊണ്ടാണ് തനിക്ക് അവിടെ കൂടുതൽ പ്രാവശ്യം പോകാനുള്ള ഒരു താല്പര്യമുണ്ടാകാനുള്ളതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് എന്ന് ഭഗവാൻ പറയുകയായിരുന്നു. എന്നിട്ട് അപ്പോൾ അത് കൂടാതെ ഈ കുട്ടികളെ വരെ, അതായത് ആ കുടുംബത്തിൽ പിന്നീടുള്ള കൊച്ചു കുട്ടികളെ വരെ ഈ ഭക്തിമാർഗത്തിലേക്ക് നയിക്കാനുള്ള അല്ലെങ്കിൽ ഈ ശീലങ്ങൾ പഠിപ്പിക്കുന്നത് പതിവായിരുന്നു ഈ ബൽറാം ബസുവിൻ്റെ വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ച്. അതുകൊണ്ട് മാത്രമല്ല, അത്തരം ഭക്തി നിർഭരമായ ഒരവസ്ഥയിൽ ഉള്ള ഒരു അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന വീടാണ് ബൽറാം ബസുവിൻ്റെ എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാത്രമല്ല മാറുന്നത്. ഭഗവാൻ പറഞ്ഞ കാര്യമാണ്. ബൽറാം ബസുവിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വിശപ്പ് മാത്രമല്ല മാറുന്നത്, ആനന്ദം അനുഭവിക്കാൻ ആ ഭക്ഷണത്തിലൂടെ സാധിക്കുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ആനന്ദം അനുഭവിക്കുകയാണ്. വിശപ്പ് മാറുക എന്നുള്ള അടിസ്ഥാന ഈ തത്വം മാത്രമല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് ഭഗവാൻ അവിടെ അത് കുറെ കൂടെ വിശദീകരിക്കുന്നുണ്ട്. ഭക്ഷണം വിശപ്പ് മാറ്റാനോ വയറ് നിറയ്ക്കാനോ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല. ബഹുഭൂരിപക്ഷം പേരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എന്ന് പറയുമ്പോൾ വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഒരു വസ്തു, ഇത്രയേ ഉള്ളൂ. വിശപ്പ് മാറ്റുക, അതിനുവേണ്ടി ഭക്ഷണം കഴിക്കുക. ഭഗവാൻ പറയുന്നു അതല്ല ഭക്ഷണത്തിൻ്റെ ഉദ്ദേശമേ അതല്ല. രുചി നാവിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. നോക്കൂ, ഭഗവാൻ പറഞ്ഞതാണ് ഈ ഭക്ഷണം എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ രുചി നാവിന് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആ ഭക്ഷണത്തെ ആനന്ദമായി അനുഭവിക്കാൻ കഴിയാതെ വരുന്നത്. ഭക്ഷണം എന്നുള്ളത് ഒരു നാവിൻ്റെ രുചിക്കു വേണ്ടി മാത്രം പരിമിതപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. അത് ഈ നാവിൻ്റെ രുചിയിൽ പരിമിതപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു സ്വാദിഷ്ടമായ ഭക്ഷണവും ആകട്ടെ, അത് ആ നാവിൻ്റെ ഏകദേശം ഒരു എത്ര വരാൻ ഒരു 5 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം ആ
അത്രയും ഭാഗം മാത്രം ആ ഭക്ഷണം കടന്നുപോയി തൊണ്ടയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ പായസത്തിന് മധുരമില്ല, അല്ലെങ്കിൽ മറ്റേതൊരു വസ്തുവിനും അതിൻ്റേതായ രുചികളൊന്നുമില്ല. അത് ആ രുചി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് നാവിൻ്റെ തുമ്പിൽ മാത്രമാണ്, ആ രസമുകുളങ്ങളിൽ തൊടുമ്പോൾ മാത്രമാണ് ഭക്ഷണത്തിൻ്റെ രുചി. അത് കഴിഞ്ഞാൽ ആ ഏത് ഭക്ഷണത്തിനും ഒരേപോലെയാണ്, പിന്നെ രുചിയേ ഇല്ല. അപ്പോൾ ഈ നാവിൻ തുമ്പിലുള്ള ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ആ രുചിമുകുളത്തിൽ തൊടുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ആ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ആസ്വാദ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഭക്ഷണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇത്രമാത്രം പ്രയത്നം ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ്. പക്ഷേ ബൽറാം ബസുവിൻ്റെ വീട്ടിൽ അതല്ല. അതായത് അവിടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഹോമം പോലെയാണ്. അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുക എന്ന് പറയുന്നത് വിശപ്പ് മാറ്റാനും വേണ്ടി മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ വിശപ്പ് എന്നുള്ളതല്ല പ്രൈമറി അവരുടെ ഒരു ലക്ഷ്യം. വിശപ്പല്ല, മറിച്ച് അതൊരു ഹോമം പോലെയാണ്, അതൊരു ആരാധന പോലെയാണ്. ഈശ്വരാരാധനയുടെ മറ്റൊരു വേർഷനാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിലും അത് ഭക്ഷിക്കുന്നതിലും ഉള്ള ആ ഒരു സങ്കല്പത്തെ ഈശ്വരാരാധനയായി മാറ്റിയ ഒരു കുടുംബമാണ് ബൽറാം ബസുവിൻ്റെ. നോക്കൂ, ബൽറാം ബസുവിൻ ഭഗവാൻ വേറൊരു സന്ദർഭത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഭഗവാൻ ഒരിക്കൽ പായസം കഴിക്കണം, ദക്ഷിണേശ്വരത്താണ്. അപ്പോൾ പായസം കഴിക്കണം എന്ന് ഭഗവാൻ ഒരിക്കൽ ഒരു തോന്നലുണ്ടായി. ഒരു പായസം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ഭഗവാനൊന്ന് തോന്നി. അപ്പോൾ ഈ സന്ദർഭത്തിലാണ്, എന്നാൽ ആ സന്ദർഭത്തിൽ ആ പായസം കിട്ടാനുള്ള യാതൊരു സാധ്യതയും ദക്ഷിണേശ്വരത്ത് അപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് പ്രത്യേകിച്ച് അത് സന്ധ്യ കഴിയുക ചെയ്ത സന്ദർഭത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. എനിക്ക് വ്യക്തമായി അത് പൂർണ്ണമായി ഓർക്കാൻ കഴിയുന്നത്. എന്തായാലും ഇങ്ങനൊരു സന്ദർഭം, അപ്പോൾ പായസം കിട്ടണം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ബൽറാം ബസുവിൻ്റെ വീട്ടിൽ പായസം വെക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇവിടെ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ബൽറാം ബസുവിൻ്റെ വീട്ടിൽ ആ പായസം വെക്കുന്നു. അപ്പോൾ അന്ന് ബൽറാം ബസുവിൻ്റെ വീട്ടിൽ ഗോലാത്മ അവിടെ ഉണ്ട് എന്ന്, ഗോലാത്മ അപ്പോൾ ആ വീട്ടിലുള്ള സമയത്താണ്. ഗോലാത്മ ബൽറാം ബസുവിൻ്റെ വീട്ടിലുണ്ട് ആ സന്ദർഭത്തിൽ. അപ്പോൾ ആ സന്ദർഭത്തിലാണ് അവിടെ പായസം വെക്കുക. അപ്പോൾ ബൽറാം ബസുവിൻ്റെ ഭാര്യയ്ക്ക് തോന്നുകയാണ് ഇത് ഭഗവാന് കൊടുക്കണ്ടേ എന്ന്, ഈ പായസം ഭഗവാന് കൊടുക്കണ്ടേ എന്ന്. അപ്പോൾ അവിടുന്ന് ഇത് കൊടുക്കണം ഈ പായസം. അപ്പോൾ അത് വീട്ടിലുള്ള മറ്റംഗങ്ങളോടൊക്കെ പറയാൻ നിന്നാൽ ഇത് വളരെ ബുദ്ധിമുട്ടായി തീരും എന്ന്, അല്ലെങ്കിൽ ഇതൊരു വിഷമമുള്ളൊരു കാര്യമായ അത് ചില തടസ്സവാദങ്ങൾ ഉണ്ടായേക്കാം എന്ന് വിചാരിച്ച് ഗോലാത്മായും ഒരുമിച്ച് ബൽറാം ബസുവിൻ്റെ ഭാര്യ വീടിൻ്റെ പിൻവശത്തെ കതക് വഴി ഇറങ്ങി നേരെ ദക്ഷിണേശ്വരത്തേക്ക് നടന്നു പോവുകയാണ് ഈ പായസവുമായിട്ട്. ഭഗവാന്റെ മുറിയിൽ ചെന്ന് ഈ പായസം ഭഗവാന് നിവേദിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ഭഗവാൻ അവിടെ ഇരുന്ന് ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ബൽറാം ബസുവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയും ഗോലാത്മായും കൂടെ ഈ പായസവുമായിട്ട് ദക്ഷിണേശ്വരത്തേക്ക് ചെല്ലുകയാണ്. തിരിച്ച് പോകാൻ സമയത്ത് ഭഗവാൻ ചോദിച്ചു എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നടന്നാണല്ലോ വന്ന്. ഭഗവാൻ പറഞ്ഞു വേണ്ട, നടന്നു പോകണ്ട. അപ്പോൾ ഇവരെ ഒരു കുതിരവണ്ടിയിൽ അവിടെ എത്തിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഭഗവാനാണ് എന്നിട്ട് നേരിട്ട് ചെയ്യുന്നത്, നടന്നു പോകണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല, അപ്പോൾ ഇത് തിരിച്ച് കുതിരവണ്ടിയിലാണ് ബൽറാം ബസുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് എങ്കിൽ വീട്ടിലുള്ളവരറിയും ഇവരെവിടെയോ പുറത്ത് പോയി എന്നുള്ള ആ കാര്യം അറിയുമല്ലോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ അറിയാതിരിക്കേണ്ട ആവശ്യമില്ല, ഇത് വീട്ടിലുള്ളവരെ അറിയിക്കാതെ ചെയ്യേണ്ട കാര്യമല്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഭഗവാനെ ഈ ബൽറാം ബസുവിൻ്റെ ഭാര്യയെയും ഗോലാത്മായെയും കൂടെ ചേർത്ത് കുതിരവണ്ടിയിൽ ആണ്, കുതിരവണ്ടിയോ രക്ഷയോ അതിൽ ആ വാഹനത്തിലാണ് തിരിച്ച് ഭഗവാൻ വീട്ടിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ പ്രധാന ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ആ വീടിൻ്റെ ഒരു ഘടകം എന്താണ്. ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും
ഈശ്വരാരാധനയുടെ ഒരു ഭാഗമായിട്ടാണ്. അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഈ ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത്, ഭക്ഷണം അതിൻ്റെ ഗന്ധമാണ് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യം അനുഭവിക്കുക. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ആ വീട്ടിലെ അടുക്കളയിൽ എന്താണ് പാചകം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടറിയാൻ പറ്റും. കാരണം ആ അടുക്കളയിൽ എന്ത് പാചകം ചെയ്തോ അതിൻ്റെ ഒരു ഗന്ധം ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കും എപ്പോഴും. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം. അപ്പം എങ്ങനെയുള്ള ഗന്ധമാണ് വീട്ടിൽ നിറഞ്ഞു നിൽക്കേണ്ടത് എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതായത് കയറി വരുന്ന ഒരാളെ മടുപ്പിക്കുന്ന ഒരു ഗന്ധമാണോ? നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ അയാൾക്ക് ആ ഗന്ധം അനുഭവിക്കുമ്പോൾ ഒരു മടുപ്പാണ് തോന്നുന്നതെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് വിഷസമാനമാണ്. അതാണ് അവിടെ ആ ഭക്ഷണത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് എന്ന് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. അത് ഈ ബലറാം ബസുവിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അത്തരത്തിൽ അത് ഒരു വലിയ ആ ഭക്ഷണപാചകം ചെയ്യുന്നതിൻ്റെ ഗന്ധം പോലും വളരെ ആധ്യാത്മികമായ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നതാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗന്ധം പോലും. ഇതൊക്കെ വളരെ പ്രധാനമാണ് എന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബലറാം ബോസിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടമാണ് ഭഗവാൻ. എല്ലായിടത്തുനിന്നും എല്ലാവരും കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു നടപ്പുള്ള, ഭഗവാനെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഭഗവാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ഘട്ടമായിട്ടാണ്. ഇപ്പോൾ രംഗനാഥൻ സ്വാമി പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. രംഗനാഥൻ സ്വാമി ഭഗവത്ഗീത മുഴുവനും ചൊല്ലുന്നത്, ആ ഭഗവത്ഗീത ചൊല്ലിക്കൊണ്ടാണ് അടുപ്പത്ത് അരി തിളപ്പിക്കാനിടുന്നത്. ആശ്രമത്തിൽ ആയിരുന്ന കാലത്ത് ആശ്രമത്തിൽ ബ്രഹ്മചാരി കാലത്ത് ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് അരിയിടുന്നത്, അടുപ്പത്ത് ഭക്ഷണത്തിനുള്ള അരിയിടുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഇത്ര ശ്ലോകം ഇത്ര തവണ ഇത്ര ശ്ലോകം എത്തുമ്പോൾ അരി തിളയ്ക്കും, അതാണ് കണക്ക്. അപ്പം മറ്റ് ജോലികൾ അല്ലെങ്കിൽ മറ്റ് അടുക്കളയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ പോലും മനസ്സിൽ ഈ ഗീതാ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് ഇത്ര ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ് ആ അടുപ്പിലിരിക്കുന്ന പാചകത്തിനിരിക്കുന്ന അരി നോക്കിയാൽ കൃത്യം പാകമായിരിക്കും. കാരണം അത് ഭഗവാന് നിവേദിക്കാനുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഭഗവാന് നിവേദിക്കാനുള്ള ഭക്ഷണം കൃത്യമായ പാകത്തിൽ കൃത്യമായി ആ രുചിയോടുകൂടി തന്നെ തയ്യാറാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗീതയുടെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് അരിയുടെ ആ തിളയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അരി വേവുന്നതിൻ്റെ കണക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഗീതാശ്ലോകം ചൊല്ലുന്ന കാര്യം രംഗനാഥൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പ്രഭാഷണങ്ങളും അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ. അതുപോലെ ഭക്ഷണം പാകം ചെയ്യൽ എന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഹോമമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈശ്വരന് നിവേദ്യം തയ്യാറാക്കുക എന്നതാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിലൂടെ സങ്കല്പിക്കേണ്ടത്. ബലറാം ബസുവിൻ്റെ വീട്ടിൽ അവർ ഒരു തുള്ളി വെള്ളം, ഇത് ഭഗവാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പറയുന്ന ബലറാം ബസുവിൻ്റെ വീടിനെക്കുറിച്ച് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണിതെല്ലാം. പല സന്ദർഭങ്ങളിൽ പല ഭക്തന്മാരോട് ഭഗവാൻ പങ്കുവെക്കുന്ന വിശേഷങ്ങളാണ്. എന്തുകൊണ്ടാണ് ബലറാം ബസുവിൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയത് എന്ന്. അതായത് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നിരന്തരം ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ആ അന്തരീക്ഷത്തിൽ വേണ്ടത് എന്നുള്ളതാണ് ഭഗവാന്റെ ഈ വാക്കുകളിൽ കൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ബലറാം ബസുവിൻ്റെ വീട്ടിൽ അവർ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പോലും നാമം ജപിച്ചിട്ടേ ചെയ്യും. നാമം ജപിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും അവർ കുടിക്കാറില്ല. അത്രമേൽ ഈശ്വര ഭക്തിയാണ് അവർക്ക്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ 100-ലേറെ തവണ ബലറാം ബസുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത് എന്ന് പറയുന്നത്. ഭഗവാന്റെ എല്ലാ സന്ദർശനവും ബലറാം ബസു രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് മറ്റൊരിടത്തും ആരും ചെയ്യാത്തൊരു പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിൽ മറ്റാരും തന്നെ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഭഗവാന്റെ സന്ദർശനം
ആ സന്ദർഭങ്ങളിൽ പല വീടുകളിലും ഭഗവാൻ പല സ്ഥലങ്ങളിലും സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എങ്കിലും ഇത്ര കൃത്യമായി ഭഗവാന്റെ ഓരോ സന്ദർശനവും ആ സന്ദർശന സമയത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവം ബൽറാം ബസുവിനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് കാളി മാതാവിൻ്റെ ദുർഗോ ആണ് ദക്ഷിണേശ്വരം, കോട്ട. ബംഗാളിയിൽ ദുർഗോ എന്ന് പറയുമ്പോൾ കോട്ട, അല്ലെങ്കിൽ കാളി മാതാവിൻ്റെ ഒരു ആ കോട്ട എന്നുള്ള അർത്ഥം. കാളി മാതാവിൻ്റെ അധികാര പരിധി സ്ഥലം പോലെ കോട്ടയാണ് കാളിമാതാവിൻ്റെ വാസസ്ഥലം. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ബംഗാളിയിലാണ് ദുർഗോ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ആ ദുർഗോ എന്ന് പറയുമ്പോൾ ദുർഗയുടെ ആ വാസസ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ദുർഗോ എന്ന് ഉപയോഗിച്ചത്. അത് കോട്ട എന്നാണ് അർത്ഥം. അപ്പോൾ കാളിമാതാവിൻ്റെ ദുർഗോയാണ് ദക്ഷിണേശ്വരം. ഇതേപോലെ കൽക്കട്ടയിലെ ദുർഗോയാണ് ബൽറാം ബസുവിൻ്റെ വീട്. കാളിമാതാവിൻ്റെ കൽക്കട്ടയിലെ ദുർഗോ ആണ് ബൽറാം ബസുവിൻ്റെ വീട് എന്ന്. അപ്പം രണ്ടും തുല്യമാണ് എന്നാണ് പറയുന്നത്. ദക്ഷിണേശ്വരമായാലും ബൽറാം ബസുവിൻ്റെ വീടായാലും രണ്ടും തന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ പ്രാധാന്യമുള്ള സ്ഥലമാണ്, ഒരേ ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇപ്പോൾ ബൽറാം ബസുവിൻ്റെ അച്ഛൻ രാധാമോഹനെ കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ പറയുക, അദ്ദേഹം ഈശ്വരീയമായ എല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നയാളാണ്. ഈ അച്ഛൻ വൃന്ദാവനത്തിലാണ് എന്ന് അറിയാം ഭഗവാന്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇത്രമേൽ ഈശ്വരീയ കാര്യങ്ങളെ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റൊരാളില്ല എന്നാണ് പറയുന്നത്. അത്ര ഈശ്വര കാര്യങ്ങൾ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് ബൽറാം ബസുവിൻ്റെ അച്ഛനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് പറയുന്നത് ഭഗവാൻ അതിന് ഒരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. എങ്ങനെയാണത്? ഈശ്വരൻ പൂവിനുള്ളിലെ തേനാണെന്ന് വിചാരിക്കുക. ഈശ്വരൻ എന്ന് പറയുന്നത് പൂവിനുള്ളിലെ തേൻ ആണെന്ന് വിചാരിക്കുക. ഭക്തൻ അത് നുകരുന്ന വണ്ടായിരിക്കണം. ഭക്തൻ എന്ന് പറയുന്നത് പൂവിനുള്ളിലെ ആ തേൻ, ഈശ്വരനാകുന്ന തേൻ നുകരുന്ന വണ്ടായിരിക്കണം ഭക്തൻ. ഇത് ഭഗവാൻ ഉദാഹരണം പറയാം. ഭക്തൻ ആ തേൻ നുകർന്ന് ഹൃദയപുഷ്പത്തിൽ തേനായി മാറുന്നു. ഭക്തൻ്റെ ഹൃദയപുഷ്പത്തിൽ തേൻ നിറയുന്നു, ഈശ്വരൻ നിറയുന്നു എന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ ഭക്തൻ ആ പൂവിലുള്ള തേൻ നുകർന്ന് സ്വന്തം ഹൃദയപുഷ്പത്തിൽ ആ തേൻ നിറയുമ്പോൾ ആ ഹൃദയപുഷ്പത്തിൽ ഭക്തൻ്റെ ഹൃദയപുഷ്പത്തിലുള്ള ആ ഭക്തിയാകുന്ന തേൻ നുകരാൻ വരുന്ന വണ്ടായി ഭഗവാൻ മാറുന്നു. അതാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് ചെയ്യുന്നത്. ഭക്തൻ ഭഗവാൻ തേനാണെന്ന് വിചാരിക്കുക, ആ തേൻ നുകരാൻ ചെല്ലുന്ന വണ്ടായി ഭക്തനെ സങ്കല്പിക്കുക. അങ്ങനെ ആ തേൻ നുകർന്ന് ഭക്തൻ്റെ ഹൃദയപുഷ്പത്തിൽ തേൻ നിറയുമ്പോൾ ആ തേൻ നുകരാൻ വരുന്ന വണ്ടാണ് ഭഗവാൻ, ഈശ്വരൻ. അതാണ് ബൽറാം ബസുവിൻ്റെ ഭക്തിയുടെ പാരമ്യ അവസ്ഥ. ഇതാണ് ഒരു ഭക്തൻ ആർജിക്കേണ്ട പാരമ്യമായ അവസ്ഥ എന്ന് ഭഗവാൻ പറഞ്ഞു. ഹൃദയപുഷ്പത്തിലെ ഭക്തിയാകുന്ന തേനിൻ്റെ മാധുര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് സാധനയുടെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന ഓരോ സാധനയും, ഈശ്വരാരാധനയുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന ഓരോ സാധനയും നമ്മുടെ ഹൃദയപുഷ്പത്തിലുള്ള തേനിൻ്റെ മാധുര്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതാണ് ഭഗവാൻ പറയുന്നത്, കാമലോഭങ്ങൾ ഉള്ളിൽ നിറച്ചാൽ ഹൃദയപുഷ്പത്തിലെ തേൻ ചീത്തയായി പോകും. നമ്മുടെ ഹൃദയത്തിൽ കാമലോഭങ്ങളോടുള്ള ആസക്തി നിറഞ്ഞാൽ, അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതെങ്കിൽ ഈശ്വരീയമായി തീരേണ്ട ആ തേൻ ചീത്തയായി പോകും. അതാണ് വിഷമായി മാറിപ്പോകും. ഹൃദയത്തിൽ വിഷം നിറയുന്നത് അങ്ങനെയാണ്. ഇത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ആ ഒരു സങ്കല്പത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. ബൽറാം ബസുവിൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ഹിംസ ചിന്ത ഉണ്ടാകുന്നതേയില്ല. അതാണ് ബൽറാം ബസുവിൻ്റെ ഏറ്റവും
ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ ബലറാം ബസുവിൻ്റെ ഉള്ളിൽ ഹിംസ ചിന്ത, അന്യരെ ദ്രോഹിക്കുക എന്ന് തുടങ്ങിയുള്ള ഹിംസാത്മകമായ ഒരു ചിന്ത പോലും ബലറാം ബസുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതേയില്ല. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ വിവരിക്കുന്നുണ്ട്. ദേഹത്ത് കൊതുക് വന്നിരുന്നാൽ അതിനെ കൊല്ലാൻ പോലും ഭയമാണ്. ഒരു കൊതു വന്നിരുന്ന് കടിച്ചാൽ അതിനെ കൊല്ലാൻ പോലും ഭയമാണ്. അങ്ങനെ കൊല്ലുന്നത്, ആ കൊതുവിനെ കൊല്ലുന്നത് മഹാപാതകമാണെന്നാണ് ബലറാം ബസു കരുതുന്നത്. ദേഹത്ത് കടിക്കുന്ന ഒരു കൊതുവിനെ കൊല്ലുന്നത് പോലും മഹാപാതകമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ബലറാം ബസു. അങ്ങനെയുള്ള ബലറാം ബസു ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് വരികയാണ്. ദക്ഷിണേശ്വരത്ത് വന്നപ്പോൾ കണ്ടത് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ കട്ടിലിൽ ഇരുന്നിട്ട് മൂട്ടയെ അടിച്ചു കൊല്ലുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാപ്പകൽ തൻ്റെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂട്ടകൾ. ഈ കിടക്കയിലുള്ള തലയണയിലേക്കുള്ള മൂട്ടകൾ രാപ്പകൽ തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അറിയാം ബലറാം ബസുവിൻ്റെ മനോനില എന്താണെന്ന് ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ മറുപടി പറയുന്നത്. കാര്യം ഒരു കൊതുകിനെ പോലും വന്ന് കടിച്ചാൽ കൊതു കടിച്ചോട്ടെ, കടിച്ചു കഴിഞ്ഞ് സൗകര്യം പോലെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ബലറാം ബസു, ആ ബലറാം ബസു വരുമ്പോൾ താൻ മൂട്ടയെ അടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കണ്ട സ്ഥിതിക്ക് ബലറാം ബസു എന്താണ് വിചാരിക്കുന്നതെന്ന് ഭഗവാന് നേരിട്ട് അറിയാം. അതിന് മറുപടി എന്നുള്ളത്, ആ ബലറാം ബസു കണ്ട കാര്യത്തിന് ഒരു വിശദീകരണം ഭഗവാൻ കൊടുക്കുകയാണ്. എന്തു കൊടുത്തു? ഈ മൂട്ടകൾ തൻ്റെ മനസ്സിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം, രാപ്പകൽ. അതുകൊണ്ടാണ് താൻ അവയെ കൊല്ലുന്നത്. അപ്പോൾ ഇത് ബലറാം ബസുവിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ബലറാം ബസുവിന് ബാധിക്കരുത് എന്ന് ഭഗവാന് താല്പര്യമുണ്ട്. അപ്പോൾ അത് വളരെ നിഷ്കർഷയോടുകൂടിയാണ് ഭഗവാൻ ആ രംഗം വിവരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, നമ്മുടെ ഈശ്വരനെ ജപിക്കാനും നമ്മൾ ഈശ്വരോന്മുഖമായി ജീവിക്കുമ്പോൾ നമ്മുടെ സാധനയ്ക്ക് വിഘാതമാകുന്ന ഏതൊരു ഘടകത്തെയും നീക്കം ചെയ്യുക എന്നുള്ളതിന് വലിയ തെറ്റൊന്നുമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ ഭഗവാൻ അറിയാം ഇത് ബലറാം ബസുവിന് ഒട്ടും ബോധ്യപ്പെട്ടിട്ടില്ല. ആകെ മനക്ലേശത്തിലാണ് പുള്ളി ഇപ്പോഴിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ബലറാം ബസുവിന്, നോക്കൂ, ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മൂട്ടയെ കൊല്ലുന്ന വിഷയത്തിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഒരു ഭക്തൻ്റെ മനസ്സിൽ ഒരു മൂട്ടയെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൊതുവിനെ കൊല്ലുന്നത് സംബന്ധിച്ച് ഉണ്ടാകുന്ന മനക്ലേശത്തിന് ഭഗവാൻ എത്രമാത്രമാണ് ആ ക്ലേശത്തെ പോലും ഭക്തനെ ബാധിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ ഭഗവാൻ ഇടപെടുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ടത്. അതുകൊണ്ട് 2-3 വർഷം കൊണ്ടാണ് ബലറാം ബസുവിനെ പലതും പറഞ്ഞ് മനസ്സിലാക്കിയതെന്ന് ആലോചിച്ച് നോക്കൂ. 2-3 വർഷം എടുത്താണ് ബലറാം ബസുവിനെ പതുക്കെ ഇത്തരം കാര്യങ്ങളിൽ അതിനുള്ളൊരു സമയം ഭഗവാൻ അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ബലറാം ബസുവിന്. ബലറാമിൻ്റെ വിശ്വാസങ്ങളെ അത്ഭുതപ്പെടുത്തിയ ചില സന്ദർഭങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, ഒരിക്കൽ കുറച്ച് മധുര പലഹാരങ്ങൾ, അതായത് ബലറാം ബസു ഒരു സംശയവും ഉണ്ട് ഈ കാര്യത്തിൽ. പല കാര്യത്തിലും ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരുന്നു, ഭഗവാനെ ഈശ്വരീയ അവസ്ഥയിൽ തന്നെ കാണുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ മനുഷ്യ സഹജമായ സംശയങ്ങൾ നമുക്കും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എപ്പോഴും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. താൻ വിശ്വസിക്കുന്നത് ശരിയാണോ, താൻ ഇതിനകത്ത് തൻ്റെ വിശ്വാസം തെറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഭയം എല്ലാ ഭക്തന്മാരെ സംബന്ധിച്ചും ഉണ്ടാകും. അത് ബലറാം ബസുവിനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ബലറാം ബസുവിനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ബലറാം ബസു ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ബലറാം ബസു കുറച്ച് മധുര പലഹാരങ്ങൾ, ഈ ജിലേബി പോലുള്ള എന്തോ മധുര പലഹാരങ്ങൾ ഒരു പാക്കറ്റിലാക്കിയിട്ട് ഭഗവാന് കൊടുത്തു. അപ്പം അത് കൊണ്ടുവരുന്ന സമയത്ത് ബലറാം ബസു വെറുതെ ഒന്ന് ആലോചിച്ചു. അതിലൊരു 2 നോക്കി വെച്ചു. അപ്പം ഈ 2 ഭഗവാൻ എടുക്കുമോ ഇല്ലയോ എന്നറിയണം.
കാര്യം ബലറാം ബസുവിൻ്റെ മനസ്സിൽ ഈ രണ്ടെണ്ണത്തിനോടാണ്, ഈ രണ്ടെണ്ണം ഭഗവാൻ എടുക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. അതാണ് ബലറാം ബസുവിൻ്റെ പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ആ രണ്ടെണ്ണം എടുക്കുമോ? ഒരു പരീക്ഷണമാണിത്, ഭഗവാനോടുള്ളൊരു പരീക്ഷണമാണ്. അങ്ങനെയാണ് ഈ പലഹാരം കൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൊടുക്കുന്നത്. ബലറാം ബസു നോക്കിയപ്പോൾ ഭഗവാൻ കൃത്യമായി ആ രണ്ടെണ്ണം തന്നെ എടുത്തു. അതോടുകൂടി ബലറാം ബസു വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ കാര്യം പറയുന്നത്. ഇത്രയും ആ ഒരു സന്ദർഭത്തെ ബലറാം ബസു തന്നെ പിന്നീട് വിവരിക്കുന്നത് അങ്ങനെയാണ്. കാരണം അത് കൃത്യമായിട്ട് ഭഗവാൻ ആ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് എടുത്തത്. യഥാർത്ഥത്തിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പണം, ഈ ബലറാം ബസുവിൻ്റെ ഒരു അവസ്ഥ, ഈ ഭഗവാനോട് നിരന്തരം ദക്ഷിണേശ്വരത്ത് വരികയും ഭഗവാന്റെ കാര്യങ്ങൾ, അതായത് നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, ഭഗവാന് അതായത് ഭഗവാൻ ബലറാം ബസുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി ആവശ്യമായ ആ ഭക്ഷണ പദാർത്ഥങ്ങളും ആവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായി എത്തിക്കുക എന്നുള്ള ജോലിയാണ് ബലറാം ബസുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏൽപ്പിച്ച ആ സന്ദർഭത്തിൽ തന്നെ കൽക്കട്ടയിൽ പോയി ആ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഹൃദയനെ ഏൽപ്പിക്കുകയും ഭഗവാൻ തന്നെ പറഞ്ഞ് ഹൃദയനോട് പറഞ്ഞ് ഇതെല്ലാം അകത്തോട്ടെടുത്ത് വെക്കൂ. അങ്ങനെ ഭഗവാൻ ആവശ്യമുള്ള എല്ലാം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു ജോലി സ്വയം ഏറ്റെടുത്ത്, അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ ഭഗവാൻ ഏൽപ്പിച്ചൊരു ജോലി പോലെ, അത് ഭഗവാന്റെ ആ ഭഗവത് ലീലയുടെ എല്ലാ കാലങ്ങളിലും അത് അവസാനിക്കുന്ന കാലം വരെയും, കാസിപ്പൂർ ഗാർഡനിൽ വരെ എത്തി നിൽക്കുന്ന ആ കാലഘട്ടം വരെയും എല്ലാ ദിവസവും ഭഗവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ജോലി സ്വയം ഏറ്റെടുത്ത ആളാണ് ബലറാം ബസു. പക്ഷേ ഇത് ഏറ്റെടുക്കുമ്പോൾ ബലറാം ബസു വലിയൊരു പരീക്ഷണ ഘട്ടത്തിലേക്കാണ് ചെന്ന് ചാടിയത്. എന്തെന്ന് വെച്ചാൽ ബലറാം ബസുവിന് സ്വന്തമായി വ്യയം ചെയ്യാനുള്ള പണം ആവശ്യത്തിന് ബലറാം ബസുവിൻ്റെ കയ്യിലില്ല. കാരണം ബലറാം ബസു ഒരു ജോലിയും ചെയ്യുന്നില്ല, ഈശ്വരാരാധന മാത്രം ചെയ്യുന്ന ആളാണ്. ബലറാം ബസുവിൻ്റെ അച്ഛനും ഒരു ജോലിയും ചെയ്യുന്നില്ല, മുഴുവൻ സമയം ഈശ്വരാരാധന മാത്രമാണ്. അപ്പോൾ ഇവർക്ക് ഒറീസയിൽ ഇവർക്ക് എസ്റ്റേറ്റും വലിയ ബംഗ്ലാവും എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുള്ളവരാണ്. അത് ബലറാം ബസുവിൻ്റെ അച്ഛനും സഹോദരനും കൂടെ ചേർന്നാണ് അതുള്ളത്. ആ എസ്റ്റേറ്റ്, അത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞാണ്, ആ എസ്റ്റേറ്റ് നോക്കി നടത്താനോ അതിൻ്റെ ഓഫീസ് കാര്യങ്ങളോ അതിൻ്റെ മറ്റു കാര്യം, അതായത് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ വരുമാനങ്ങളെല്ലാം വരുന്ന കാര്യത്തിൽ ഈ ബലറാം ബസുവിൻ്റെ അച്ഛൻ അതിൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലായിരുന്നു. കാര്യം അദ്ദേഹത്തിന് ഈശ്വര ആരാധനയിൽ മുഴുകിയിരിക്കാനാണ് താല്പര്യം. അദ്ദേഹം വൃന്ദാവനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവർ ചെയ്യുന്നത് ഈ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തൻ്റെ സ്വത്ത് വകകളിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിൻ്റെ 1% എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ചെലവിന് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഏക കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സഹോദരനെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സഹോദരനുമായിട്ടുള്ള കണ്ടീഷൻ അതാണ്, അല്ല സ്വത്തില്ലാഞ്ഞിട്ടല്ല. ഈശ്വര കാര്യത്തിന് വേണ്ടി തനിക്ക് സമയമില്ല, ഈ സ്വത്ത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയം തനിക്കില്ല. നോക്കൂ, ആ ഒരു സങ്കല്പം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും വലിയ സ്വത്തും വകകളും ഒക്കെ ഉണ്ടായിട്ട് അതൊന്നും നോക്കാനുള്ള ഒരു താല്പര്യം തനിക്കില്ല. കാരണം തൻ്റെ ജീവിതം ഈശ്വരാരാധനയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ബലറാം ബസുവിൻ്റെ അച്ഛൻ രാധാമോഹൻ. അതേ അച്ഛൻ്റെ മകനാണിത്. കാര്യം ഇദ്ദേഹം ബനാറസിലായിരിക്കുന്ന സമയത്ത് ഈ എസ്റ്റേറ്റിലുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അവിടെ താമസിച്ചത് തന്നെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ജഗന്നാഥ ക്ഷേത്രത്തിൽ പോകാനും സന്യാസിമാരെ സേവിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത് തന്നെ. പിന്നീട് കൽക്കട്ടയിൽ വന്ന് ശ്രീരാമകൃഷ്ണദേവനെ പരിചയപ്പെടുകയും കാണുകയും ഒക്കെ ചെയ്ത് ദക്ഷിണേശ്വരത്ത് വന്നപ്പോഴാണ് താമസം കൽക്കട്ടയിൽ സ്ഥിരപ്പെടുത്തിയത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ശ്രീരാമകൃഷ്ണദേവനെ കാണുക എന്നുള്ളതായിരുന്നു. എന്നാൽ ബലറാം ബസുവിൻ്റെ കുടുംബക്കാർ കൽക്കട്ടയിൽ ഒരു വലിയ വളരെ ബൃഹത്തായൊരു ബംഗ്ലാവ് ഇദ്ദേഹത്തിന് താമസിക്കാൻ കൊടുത്തത് ഇദ്ദേഹം കുടുംബകാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് നോക്കട്ടെ എന്ന് കരുതിയാണ്, ഒരു ഭാരം ഏൽപ്പിച്ചതാണ്. പക്ഷെ ഭാരം ഏൽപ്പിച്ചത് വന്നത് ഇങ്ങനെയായിപ്പോയി. ഈ ഒരു അവസ്ഥയിലാണ് ചെന്ന് പറ്റിയത്. കാര്യം ഭഗവാനെ സേവിക്കാനുള്ള ഒരു മന്ദിരമായി ബലറാം ബസുവിൻ്റെ വീട് മാറി.
അതായിരുന്നു സംഭവിച്ചത്. പക്ഷേ ബൽറാം ബസുവിന് തൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാനെ സേവിക്കാനും പണം ചെലവാക്കാനുമുള്ള സമ്പത്ത് അവർ നൽകുന്ന ഓഹരിയിൽ അത് തികയില്ല. അല്ലെങ്കിൽ അവരത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആ ഓഹരി നൽകുന്നത്. അതവർ വിരോധമുണ്ടായിട്ടോ ഒന്നുമല്ല. അങ്ങനെ ചെയ്തില്ല എങ്കിൽ സാമ്പത്തിക തകർന്നു പോകുന്നുള്ള ഭയം കുടുംബക്കാർക്കുള്ളത് കൊണ്ടാണ് അത് കൊടുക്കാതിരുന്നത്. അതുകൊണ്ട് ബൽറാം ബസുവിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കണം. തനിക്ക് കിട്ടുന്ന ആ ഓഹരിയുടെ അംശം, ആ സമ്പത്തിൻ്റെ ഓഹരിയുടെ അംശം തനിക്കും അച്ഛനുമായിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ തനിക്ക് കിട്ടുന്ന അംശം എത്രയോ ചെറുതാണ്. അതിൽ നിന്ന് വേണം ഭഗവാന്റെ മുഴുവൻ കാര്യങ്ങളും നടത്താൻ. അതാണ് അതിനകത്തെ ആ സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അതാണ്. തൻ്റെ ചെറിയൊരു വീട് വലുതാണ്, ബൽറാം ബസു വലിയ ധനികനാണെന്നുള്ള കാഴ്ചപ്പാടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടുന്ന ഓഹരിയുടെ ഒരു അംശം ഉപയോഗിച്ച് വേണം സ്വന്തം കുടുംബത്തിലെ കാര്യവും നോക്കണം, ഭഗവാന്റെ കാര്യവും നോക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സന്നിഗ്ധ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി കൂടിയാണ് ബൽറാം ബസു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് ശ്രീരാമകൃഷ്ണദേവന് നന്നായിട്ട് അറിയാം. ബൽറാം ബസു എത്രമാത്രമാണ് ഈ അനുഭവിക്കുന്നത് എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവന് നന്നായിട്ടറിയാം. കാരണം നിമായ് ചരൺ, ഹരിവല്ലഭൻ എന്നീ 2 കസിൻ ബ്രദേഴ്സാണ് ഈ സ്വത്തുവകകൾ നോക്കി നടത്തുന്നത്. ബൽറാം ബസുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ നിമായ് ചരണും ഹരിവല്ലഭനും. അതിൽ ഹരിവല്ലഭനാണ് ഈ സ്വത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾ. ഹരിവല്ലഭനാണ്. അത് ഹരിവല്ലഭൻ്റെ കാര്യം നമ്മൾ വചനാമൃതത്തിൽ മാസ്റ്റർ മഹാശയനും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശാരദാനന്ദ സ്വാമികൾ തൻ്റെ ലീലാമൃതത്തിലും ഇത് സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഹരിവല്ലഭനുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ചിലവാക്കുന്നു ഭഗവാനത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സമ്പത്താണ്, എത്ര വോള്യം ഓഫ് സമ്പത്താണ് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നത് എന്നുള്ളതിലല്ല ഭഗവാന്റെ ശ്രദ്ധ. എത്ര സ്നേഹമാണ് എന്നുള്ളതാണ് കണക്ക്. ഭഗവാനോട് നമുക്കുള്ള സ്നേഹത്തിൻ്റെ അളവിലാണ് പ്രാധാന്യം. നൽകുന്ന വസ്തുവിൻ്റെയോ സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒന്നുമല്ല ഭഗവാൻ കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് ബൽറാം ബസു ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ബൽറാം ബസുവിൻ്റെ വീട്ടിലാണ് ഭഗവാൻ 100-ലേറെ തവണ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അവിടെ എത്രയോ സമ്പന്നമായ ഭക്തന്മാർ, ഭഗവാന്റേതായ സമ്പന്നമായ സുരേന്ദ്രനാഥ് മിത്രയെ പോലുള്ളവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നോക്കൂ, അവരിലെല്ലാം വ്യത്യസ്തമായിട്ട് 100-ലേറെ തവണ നിരന്തരം കൽക്കട്ടയിൽ താമസിക്കുകയും സന്ദർശനം നടത്തുകയും ചെയ്ത ഏക ഒരു ഗൃഹസ്ഥ ഭക്തനാണ് ബൽറാം ബസു. ആ ബൽറാം ബസുവിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതാണ് അവസ്ഥ. സമ്പന്നനായിട്ട് പോലും ഭഗവാന്റെ കാര്യത്തിൽ ഈ തരത്തിൽ ഭഗവത് സേവയ്ക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തി കൂടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ബൽറാം ബസുവിൻ്റെ അച്ഛൻ രാധാമോഹൻ വൃന്ദാവനത്തിൽ സ്ഥിരം താമസിക്കുകയും ഈ ബൽറാം ബസു തൻ്റെ ഈ കൽക്കട്ടയിലുള്ള വീട്ടിൽ സ്ഥിരമായി താമസിക്കുകയും ഈ 2 പേരും സമ്പൂർണ്ണമായി ഈശ്വരാരാധനയിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെയാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമിയാണ് ഭഗവത് ലീലയിൽ നമ്മൾ ബൽറാം ബസുവിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബൽറാമിൻ്റെ അച്ഛൻ ഈ വിധത്തിൽ ഈ ഭക്തിയുടെ ഈ കാര്യത്തിൽ ഇവരിങ്ങനെ അച്ഛനൊരു വശത്ത് ഇങ്ങനൊരു ഭക്തി, ബൽറാം ബസുവിൻ്റെ ഭക്തി ഇങ്ങനൊരു വശത്ത്. സത്യത്തിൽ കുടുംബാംഗങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസത്തിലായി. അവർക്ക് ഇതിനകത്ത് വലിയ രോഷം തോന്നി ഈ കാര്യത്തിൽ. അപ്പോൾ അത് ലീലാമൃതത്തിൽ അതേക്കുറിച്ച് ഒരു വളരെ വിശദമായിട്ട് ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ അതിൻ്റെ ഒരു ഭാഗം പറയുന്നുണ്ട്. അത് ഞാനിങ്ങനെ ആ ഭാഗം ഞാൻ ഒന്ന് നോക്കി പറയാം. അത് പറയുന്നത് ബൽറാം ബസുവിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഇതിനകം മറ്റൊരിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാരദാനന്ദ സ്വാമികൾ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരുടെയും ശ്രീരാമകൃഷ്ണനോടുണ്ടായിരുന്ന വിശ്വാസവും ഭക്തിയും അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരിൽ ചിലർ, അതാണ് ഈ പറഞ്ഞ ശ്രീ ഹരിവല്ലഭൻ തുടങ്ങിയവരുടെ ആ ചാർച്ചക്കാർ, പിന്നെ ബൽറാം ബസുവിൻ്റെ തന്നെ സഹോദരന്മാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം ചാർച്ചക്കാരിൽ ചിലർ അദ്ദേഹത്തോട്
വിരോധം തോന്നാൻ ഇടയാക്കി. ഇങ്ങനെ വിരോധം തോന്നുവാൻ അവർക്ക് യഥേഷ്ടം ഒരു കാരണവും ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാമതായി അവരെല്ലാം വിഷ്ണു ഭക്തന്മാരും വൈഷ്ണവ കുലത്തിൽ ജനിച്ചവരുമാണ്. പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചിരുന്ന ശിക്ഷണവും മന്ത്രോപദേശങ്ങളുമെല്ലാം അവരുടെ ആധ്യാത്മികമായ ആശയ ആദർശങ്ങളെ കുറെയെല്ലാം ഏകപക്ഷീയവും അത്യന്തം ബാഹ്യാചാരനിഷ്ഠവുമാക്കിയിരുന്നു. അപ്പോൾ ഈ വൈഷ്ണവ സങ്കല്പത്തിലുള്ള ആചാരനിഷ്ഠകളിലാണ് ഇവർ പൂർണ്ണമായും ഈ കുടുംബം നിലകൊള്ളുന്നത്. അതേസമയം ബലറാം ബസു ശ്രീരാമകൃഷ്ണദേവനുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ അത്തരമൊരു ആരാധനാക്രമമോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിലോ അല്ല ബലറാം ബസു ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം. പിന്നെ പറയുന്നത് ശ്രീരാമകൃഷ്ണദേവൻ്റെ പോലുള്ള ആശയാദർശങ്ങളുടെ ഒരു പ്രയോജനം അവർക്ക് അനുഭവപ്പെട്ടതുമില്ല. ശ്രീരാമകൃഷ്ണദേവൻ മുന്നോട്ട് വെക്കുന്ന ആശയ ആദർശങ്ങളെ അവർക്ക് അതുപോലെ അനുഭവപ്പെട്ടുമില്ല ഈ ബലറാം ബസുവിൻ്റെ കുടുംബത്തിലുള്ളവർക്ക്. അതിനാൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ സംഗമത്തിലും അല്ലെങ്കിൽ ആ കൃപയിലും ബലറാം ബസു ദിവസം ചെല്ലുന്തോറും ഉദാരമായ മനോഭാവത്തിൽ അങ്ങനെ ഒരു മനോഭാവം മാത്രമായിട്ട് മാറുന്നത് അയാളുടെ ധർമ്മച്യുതി എന്നാണ് അവർക്ക് തോന്നിയത്. ശ്രീരാമകൃഷ്ണദേവനോടുള്ള ഈ ഒരു ഒരു ബന്ധം യഥാർത്ഥത്തിൽ ബലറാം ബസുവിൻ്റെ ബന്ധുക്കൾ കരുതി വന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവ ഒരു ട്രഡിഷൻ പിന്തുടരുന്ന ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആളുകൾ ധരിച്ചിരുന്നത് ഇതൊരു ധർമ്മച്യുതിയാണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പിന്നെ രണ്ടാമത് ധനം, മാനം, ആഭിജാത്യം മുതലായി ഈ ലോകം പ്രധാനമായി കരുതുന്ന യോഗ്യതകൾ പ്രായേണ മനുഷ്യ മനസ്സിൽ അഭിമാനവും അഹങ്കാരവും നിറയ്ക്കും. പുണ്യവാനായ കൃഷ്ണരാമ ബസുവിൻ്റെ വംശം എന്ന പേർ കൊണ്ട കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഇവരുടെയൊക്കെ പ്രപിതാമഹനാണ് ബലറാം ബസുവിൻ്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ പിതാമഹനാണ് കൃഷ്ണറാം ബസു. ആ കൃഷ്ണറാം ബസുവിൻ്റെ വംശം എന്ന പേർ കൊണ്ട കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അവർ സ്വയം മറ്റുള്ളവരെക്കാളെല്ലാം ശ്രേഷ്ഠരാണെന്ന് ഈ കുടുംബക്കാർ സ്വയം കരുതിയിരുന്നു. അതാണ് മറ്റൊരു പ്രശ്നം. ആ വംശത്തിൻ്റെ പേരും പെരുമയും മറന്ന് ഈ ബലറാമൻ മറ്റ് സാധാരണ ഒരാളെപ്പോലെ ദക്ഷിണേശ്വരത്തിൽ ശ്രീരാമകൃഷ്ണ സന്നിധിയിൽ ആധ്യാത്മികത തേടി കൂടെ പോകുവാനും തൻ്റെ ഭാര്യയെയും മകളെയും മറ്റും അവിടെ കൊണ്ടുപോകാനും ലജ്ജിച്ചിരുന്നില്ല എന്നത് അവരുടെ അഭിമാനത്തിന് വലിയ ക്ഷതമേൽപ്പിച്ചു. ബലറാം ബസു മാത്രമല്ല, അദ്ദേഹം ഭാര്യയെയും മകളെയും എല്ലാം അവിടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അവരുടെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത് എന്നാണ് പറയുന്നത്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ ഇയാൾക്കൊരു ലജ്ജയും തോന്നിയില്ലല്ലോ എന്നാണ് അവരുടെ കുടുംബം. അപ്പോൾ എത്രമാത്രമാണ് ആ കുടുംബം, ഈ ബലറാം ബസുവിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ എത്രമാത്രം രോഷാകുലരായിട്ടാണ് ഈ ബന്ധത്തെ കണ്ടിരുന്നത് എന്നുള്ളതാണ് ഈ ലീലാമൃതത്തിൽ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നോക്കൂ, ഈ ഒരു ചുറ്റുപാടിലിരിക്കുന്നൊരു വ്യക്തിയാണ് ഭഗവാന് വേണ്ടി ആജീവനാന്തം ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതത്തോടും അല്ലെങ്കിൽ ഇത് ഈ ഭാഗം വായിക്കുമ്പോഴാണ് അത് ഓരോരുത്തരും അവരുടെ അർപ്പണ മനോഭാവത്തിൻ്റെ, ഈ ഗൃഹസ്ഥാശ്രമികളുടെ അർപ്പണ മനോഭാവത്തിൻ്റെ ഒരു എത്രയെത്ര ആഴത്തിലാണ് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്നിട്ട് ഇതിനകത്ത് എന്താണ് അവസാനം സംഭവിക്കുന്നത്, ഞാൻ അതിൻ്റെ പൂർണ്ണ ഭാഗം വായിക്കുന്നില്ല. ഏതായാലും ബലറാം ബസു ഗുരുദേവൻ അരികിൽ പോകുന്നത് നിർത്തുവാൻ അവർക്ക് കഴിയാഞ്ഞപ്പോൾ അവർ ഗുരുദേവനെതിരായി എന്നാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവനെതിരായി അവരെല്ലാവരും. അവർ കൂടെ അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് നിന്ദിക്കാനും മടിച്ചില്ല. മറ്റു വല്ലവരും പറഞ്ഞു കേട്ടിട്ടായിരിക്കണം തീർച്ച. അവർ ഗുരുദേവനെ നിഷ്ഠ തീരെ ഇല്ലാത്തവൻ, സദാചാരശൂന്യൻ, നല്ലതും തീയതുമെല്ലാം തിന്നുന്നവൻ, വൈഷ്ണവ ചിഹ്നങ്ങളായ ഗോപിക്കുറിയും മറ്റും ധരിക്കുന്നതിന് എതിർപ്പുള്ളവൻ. അവിടെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വൈഷ്ണവ ചിഹ്നങ്ങൾ ധരിക്കുന്നതിന് എതിർപ്പുള്ളവൻ എന്നെല്ലാം ധരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിലാണ് ശ്രീരാമകൃഷ്ണദേവനെ അവർ
വ്യക്തിപരമായി തന്നെ എതിർത്തിരുന്നു. അങ്ങനെയാണ് സംഭവം. വ്യക്തിപരമായി തന്നെ അതിൽ ഈ പറഞ്ഞ നിമായ് ചരൺ ബസുവും ഹരിവല്ലഭ ബസുവുമാണ് പിന്നീട് ഈ കാര്യത്തിൽ മുന്നിട്ട് വരുന്നത്. ഇത് അവരുടെ ചെവിയിലും എത്തി. കാര്യം അവരാണല്ലോ ഇവർക്ക് ചിലവിന് വേണ്ട പണം എത്തിക്കുന്ന ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ അവരുടെ ചെവിയിലും ഈ കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ ആണ് ഈ പ്രശ്നമുണ്ടായത്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ടാണ് പിന്നീട് ഭഗവാൻ ഈ ഒരു സാഹചര്യത്തെ ഭഗവാൻ മറികടക്കുന്നത്. അതായത് ഭഗവാൻ ബലരാം ബസുവിനെ മറികടക്കാൻ സഹായിക്കുന്നത് വളരെ ഒരു രസകരമായൊരു കാര്യമാണ്. അത് പറയുന്നത് അതിനെക്കുറിച്ച് പിന്നീട് ഈ ഭാഗത്തല്ല വേറൊരു ഭാഗത്ത് വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഹരിവല്ലഭ ഞാനത് വേറൊരു ഭാഗത്ത് വായിച്ചതാണ്. സംഭവം ഭഗവാൻ ബലരാം ബസുവിൻ്റെ ഈ ഒരു വലിയ സന്നിഗ്ധാവസ്ഥയെ ഭഗവാന് മനസ്സിലായപ്പോൾ ഇതിനെ എന്താണ് ഒരു നിവർത്തിപക്ഷം എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ബലരാം ബസുവിനോട് പറഞ്ഞ ഒരു കാര്യം, ഈ ഹരിവല്ലഭനെ എൻ്റെ മുന്നിലെത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഹരിവല്ലഭനെ തൻ്റെ മുന്നിലെത്തിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബലരാം ബസു വിചാരിച്ചാൽ ഒരിക്കലും അത് സാധ്യമാകില്ല. കാര്യം ഹരിവല്ലഭൻ ഒരു കാരണവശാലും ബലരാം ബസു പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരും എന്നുള്ളതിന് വരാൻ ഒരു സാധ്യതയുമില്ല. കാര്യം അവർ ഒന്നാമതേ എതിർപ്പിലിരിക്കുന്നൊരു ആളുകളാണ്. അതിനിടയിൽ കൂടെ ഇനി ഭഗവാനെ കാണാൻ വരണം എന്ന് ഹരിവല്ലഭനോട് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ബലരാം ബസുവിനറിയാം. അപ്പോൾ ബലരാം ബസു ഇത് പറഞ്ഞപ്പോൾ വളരെ വിഷമത്തിലായി. കാര്യം നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഹരിവല്ലഭനെ എനിക്ക് കാണണം. അവസാനം ഭഗവാൻ തന്നെയാണ് അതിനൊരു നിവർത്തി കണ്ടുപിടിച്ചത്. ഭഗവാൻ നമ്മുടെ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ നിയോഗിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷും ഹരിവല്ലഭനും തമ്മിൽ പരിചയക്കാരാണ്, അടുത്ത് ബന്ധമുണ്ട്. മാത്രമല്ല ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ഹരിവല്ലഭൻ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്നൊരു വലിയ കലാകാരനാണ്. നമ്മൾ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കഥകളിലെല്ലാം കേട്ടതാണ് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്ഥാനം. അപ്പോൾ അങ്ങനെ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിനെയാണ് ഭഗവാൻ നിയോഗിച്ചിട്ട് പറഞ്ഞു, ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് പറഞ്ഞു, താങ്കൾ പോയി ഈ ഹരിവല്ലഭനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹരിവല്ലഭൻ ഭഗവാനെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ബലരാം ബസുവിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു മഹത്തായൊരു കാര്യമായിരുന്നത്. അതായത് ഗിരീഷ് ചന്ദ്ര ഘോഷിനെ നിയോഗിച്ചിട്ട് അവിടെ കൊണ്ടുവരാണ്. അപ്പോൾ എന്നിട്ട് സംഭവിച്ചത് ഭഗവാൻ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഹരിവല്ലഭനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതോടുകൂടി ഈ ഹരിവല്ലഭനെ ഇരുത്തിയിട്ട് ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി. ഈശ്വര വിശ്വാസം, ഭക്തി, പരിപൂർണമായ ആശ്രിത മനോഭാവം എന്നിങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ പരമലക്ഷ്യങ്ങളെക്കുറിച്ച് അവിടെ സന്നിഹിതരായിരുന്നവരോട് പലതും പറഞ്ഞു കൊടുക്കവേ ഗുരുദേവൻ ഭാവാവേശിതനായി. പിന്നീട് അല്പം ബാഹ്യബോധമുണ്ടായി ഗുരുദേവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളോട് ഒരു ഭജന പാടുവാൻ പറഞ്ഞു. അതിൻ്റെ അന്തരാർത്ഥം ഹരിവല്ലഭന് മെല്ലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കവേ അദ്ദേഹം വീണ്ടും ഗംഭീരമായ ഭാവാവിഷ്ടതയെ പ്രാപിച്ചു. പാട്ട് പാടി തീർന്നപ്പോൾ 2-3 യുവഭക്തന്മാരും ഭാവാവേശിതരായി. ഗുരുദേവൻ ഭാവാജ്വലമായ മൂർത്തി ആ അവസ്ഥ കണ്ട് മർമ്മസ്പർശിയായ വാണികൾ കേട്ടും ആകപ്പാടെ മുഗ്ധനായ ഹരിവല്ലഭ ബാബുവിൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ ഒരു ഭഗവാന്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ ആ സാമീപ്യത്തിൽ അന്ന് അവിടെ നടന്ന ആ കാര്യങ്ങൾ കണ്ടത് ശേഷമാണ് ഹരിവല്ലഭൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. നോക്കി, എത്രമാത്രം ഒരു ഭക്തന് വേണ്ടി തൻ്റെ ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ ഭഗവാൻ സ്വന്തം ഹൃദയത്തിലെ തേൻ പോലെ കരുതുന്ന ആ ഭക്തന് വേണ്ടി എത്ര കരുണാമയനായിട്ടാണ് ഭഗവാൻ ഇതിൽ ഇടപെടുന്നതെന്ന് നോക്കുക. അങ്ങനെ ഹരിവല്ലഭനെ പൂർണ്ണമായും മാറ്റിയെടുത്ത് അന്ന് അവിടെ നിന്ന് ഹരിവല്ലഭൻ തിരിച്ചു പോകുന്നത് ഈ പറഞ്ഞ അതായത് ബലറാം ബസുവിന് പിന്നീട് ഭഗവാന്റെ ആ ജീവിതകാലത്ത് മുഴുവനും ബലറാം ബസുവിന് ഭഗവാനെ സേവിക്കാനുണ്ടായ സാഹചര്യം അങ്ങനെയാണ് പിന്നീട് ഒരുങ്ങുന്നതും. ഈ ഹരിവല്ലഭൻ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി
ബൽറാം ബസുവിനെ വേണ്ട വിധത്തിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭഗവാനെ സേവിക്കുക എന്നുള്ള ആ കർമ്മം തുടരുന്നതിന് വേണ്ടി അവരെല്ലാം സമ്മതിച്ച് ബൽറാം ബസുവിനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈശ്വരോന്മുഖമായ ജീവിതത്തെ സഹായിക്കാൻ ഹരിവല്ലഭൻ ഉൾപ്പെടെയുള്ളവർ, ഹരിവല്ലഭൻ പറഞ്ഞതോടുകൂടി തന്നെ ആ കുടുംബത്തിലുള്ള എല്ലാവരും അത് അംഗീകരിക്കുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. എത്രമാത്രമാണ് ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടി എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യുന്നത്, എത്രമാത്രമാണ് ഭഗവാൻ ഈ ലൗകികമായ അവസ്ഥയിൽ നിന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഭക്തനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്. അല്ല, ഭഗവാൻ ഇതെല്ലാം ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ ഭക്തൻ്റെ ആ അവസ്ഥയിൽ നിന്ന്, ആ ഭക്തൻ്റെ ആ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിന്ന് ഭക്തനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ ഈ ബൽറാം ബസുവിൻ്റെ കുടുംബക്കാരുമായി ഉള്ള ആ ഒരു ഭഗവാന്റെ ആ ഒരു ഇടപെടൽ ഏറ്റവും ഉന്നതമായൊരവസ്ഥയാണ്. ആ ഭഗവാന്റെ ആ ഈശ്വരീയ ഭാവത്തിൻ്റെ ഉന്നതമായൊരവസ്ഥയായിട്ട് നമുക്ക് കാണാം. ബൽറാം ബസുവിൻ്റെ അടുത്ത ആ ജീവിതകാലത്ത് ഇനി എങ്ങനെയാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം കുടുംബക്കാരിൽ നിന്നൊക്കെ ലഭ്യമായ സ്ഥിതിക്ക് ഇനി എങ്ങനെയായിരിക്കും ബൽറാം ബസു തൻ്റെ ആ ഭക്തിമാർഗത്തിൽ, ഭഗവാനോടുള്ള ആ സഖ്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കിനി അടുത്ത ദിവസം നമുക്ക് അതേക്കുറിച്ച് നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സാർ. നമസ്തേ 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 നമസ്തേ. നമസ്തേ. ഈ ഭഗവാന്റെ സമാധിക്ക് ശേഷവും അദ്ദേഹം അതെ 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 ഡയറക്ട് ഡിസൈപ്പിൾസിനോട് ഒരു എല്ലാ സഹായം ചെയ്യുമല്ലോ. ഉണ്ട്. ഇത് കണ്ടിന്യൂ ആയിരുന്നു. നമ്മുടെ ലാട്ടു മഹാരാജൊക്കെ അവിടെ പോയാണ്, ശാരദാദേവി അവിടെയാണ് താമസിച്ചത് കുറക്കാലം. ലാട്ടു മഹാരാജ് പിണങ്ങി പോകുമ്പോൾ അവിടെയാണ് പോയി താമസിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിവേകാനന്ദ സ്വാമി ലാട്ടു മഹാരാജിൻ്റെ പെട്ടിയും തലയെ ചുമന്നുകൊണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയാണ്. അതെ. ശാരദ അതായത് അവിടെ പോയത് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുതിയകത്ത് കയറി നേരെ ഇരുന്നു അവിടെ നാമം ജപിക്കാൻ. ഓം ശ്രീ ശാരദാദേവി നമഃ. ശ്രീ